ഛിന്നഗ്രഹത്തെ അപഗ്രഥിക്കാനുള്ള ചരിത്രപരമായ ദൗത്യത്തിൽ വത്തിക്കാൻ ജ്യോതിശാസ്ത്രജ്ഞനും ഈശോസഭാംഗവുമായ ബ്രദർ ബോബ് മാക്കയുടെ സഹായം തേടി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ. ഭൂമിയോട് അടുത്തു കിടക്കുന്ന ബെന്നു ഛിന്നഗ്രഹത്തിൽ നിന്നും സാമ്പിളുകൾ ശേഖരിക്കാനായി ഒസിരിസ് റെക്സ് എന്ന മനുഷ്യരഹിതമായ സ്പേസ് ക്രാഫ്റ്റ് ശേഖരിച്ച വസ്തുക്കളുടെ പരിശോധനയ്ക്കായി ബ്രദർ ബോബ് മാക്കെ ഉപകരണം നിർമ്മിച്ചിരിക്കുകയാണ്. 2016 നാസ വിക്ഷേപിച്ച ഒസിരിസ് റെക്സ് സ്പേസ് ക്രാഫ്റ്റ് ഛിന്നഗ്രഹത്തിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകളുമായി കഴിഞ്ഞ ദിവസം ഭൂമിയിൽ തിരിച്ചെത്തിയിരുന്നു. ഛിന്നഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ നിന്നും ശേഖരിച്ച നിഗൂഢ വസ്തുക്കളുടെ സാന്ദ്രതയും സുഷിരതയും അപഗ്രഥനം ചെയ്യുവാൻ കഴിയുന്ന ഉപകരണം നിർമ്മിക്കുവാൻ ബ്രദർ മാക്കയോട് അഭ്യർത്ഥിച്ചത് നാസയിലെ സാമ്പിൾ വിശകലനം ചെയ്യുന്ന സംഘത്തിന്റെ നേതാവായ ആൻഡ്രൂ റയാനാണ്. ഈ മേഖലയിൽ വൈദഗ്ധ്യം തെളിയിച്ച വ്യക്തിയാണ് ബ്രദർ മാക്കെ. മാക്കെ മേക്കർ സ്പേസ് എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഉപകരണ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ വ്യക്തമാക്കുന്ന വീഡിയോ ബ്രദർ മാക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. വത്തിക്കാൻ ഒബ്സർവേറ്ററിയുടെ ടുസ്കോണിലെ അഡ്വാൻസ്ഡ് ടെക്നോളജി ടെലിസ്കോപ്പിന്റെയും അരിസോണ സർവകലാശാലയിലെ ചില വിദ്യാർത്ഥികളുടെയും സഹായത്തോടെ 5 ആഴ്ച കൊണ്ട് നിർമ്മിച്ച ഉപകരണം ഇക്കഴിഞ്ഞ മാർച്ചിലാണ് നാസയുടെ ഹൂസ്റ്റണിലെ ജോൺസൺ സ്പേസ് സെന്ററിന് കൈമാറിയത്. സാമ്പിളുകൾ പരിശോധിച്ച് അവയുടെ ഉള്ളടക്കം കണ്ടെത്തുകയാണ് തങ്ങളുടെ ജോലിയെന്ന് ബ്രദർ മാക്കെ പറഞ്ഞു. പാറകളുടെ സ്വഭാവം വിശകലനം ചെയ്യുകയും ബെന്നുവിന്റെ പ്രതലത്തിൽ നിന്നാൽ എന്തൊക്കെയാണ് കാണാൻ കഴിയുക തുടങ്ങിയ ചില അടിസ്ഥാന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ തങ്ങൾ ശ്രമിക്കുന്നു. പ്രാഥമിക വിശകലന ഫലങ്ങൾ ലോകമെമ്പാടുമുള്ള ലബോറട്ടറികൾക്ക് കൂടുതൽ വിശദമായ പഠനങ്ങൾക്ക് സഹായപ്രദമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2016 നാസ വിക്ഷേപിച്ച പേടകം 2018 ഭൂമിയുടെയും ചൊവ്വയുടെയും ഭ്രമണപഥങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ബെന്നു ഛിന്നഗ്രഹത്തിൽ എത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.